Hi friends, welcome back to Zach Travel and Zach's Varieties. ഹെൽസിങ്കി സിറ്റിയിലൂടെ ഉള്ളൊരു യാത്ര നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സിറ്റി ടൂറാണ്. വളരെ ചെറിയൊരു രാജ്യമാണ് ഈ ഹെൽസിങ്കി, ഈ ഫിൻലാൻഡിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു മെയിൻ ക്യാപിറ്റലാണ് ഹെൽസിങ്കി. ഇപ്പൊ ഹെൽസിങ്കി സിറ്റി ടൂറാണ് നടത്തുന്നത്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഹെൽസിങ്കിയിലെ ടോലോ ജില്ലയിലുള്ള ഒരു സിബലിയസ് പാർക്ക് ഉണ്ട്. ആ പാർക്കിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിബലിയസ് സ്മാരകമാണ് ഇവിടെ. ഈ നാട്ടിലൊരു സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നു, ജീൻ സിബലിയസ്. 1865 ജനിച്ചിട്ട് 1957 അദ്ദേഹം മരണപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാർക്കും കാര്യങ്ങളാണിത്. തിരമാല പോലെയുള്ള പാറ്റേണിൽ ഇംതിയാസ് ചെയ്ത ഒരു പൊള്ളയായ സ്റ്റീൽ പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏകദേശം 600ഓളം പൊള്ളയായ പൈപ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സംഗീത സംവിധായകൻ്റെ മരണത്തെ തുടർന്നിട്ട് ഇവിടെ ഉള്ളൊരു സിബിലിയസ് സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു മത്സരത്തിലാണ് ഈ ശില്പമാണ് വിജയിച്ചത്. അതാണ് പിന്നെ ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ പൈപ്പുകളൊക്കെ കൂട്ടിയതിന് 24 ടണ്ണ് ഭാരമുണ്ട് ഇതിന്. ഐല ഹിൽത്തുനൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ ഐക്യരാഷ്ട്രസഭയുടെ ആ ഗ്രൗണ്ടിലുണ്ട്. പാസിയോ മ്യൂസിക്ക എന്നാണ് ഈ ഒരു ശില്പത്തിൻ്റെ പേര്. 1967 സെപ്റ്റംബർ 7 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ശില്പിയായ ഹിൽട്ടൺ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഫേമസ് ആയത് ഈ ഒരു ശില്പമാണ്. ഇതാണ് ജീൻ സിബിലിയസിൻ്റെ രൂപം. ഇതൊരു മെറ്റലിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, തല മാത്രം. ഇതൊരു കരിങ്കല്ല് പോലത്തെ ഒരു ഇതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ഒരു സംഗീത സംവിധായകൻ്റെ പ്രതിമ. ഈ വണ്ടിക്ക് ഈ സ്കൂട്ടർ എന്നാണ് പറയുക. ഇതിങ്ങനെ റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും. അത് ഓരോ കമ്പനിക്കാർ ചാർജ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അവിടുന്ന് നമുക്കിത് ഓട്ടിയിട്ട് അങ്ങോട്ട് പോവാം. ഇതിനൊരു ആപ്പുണ്ട്. ആ ആപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മണിക്കൂറിന് എത്ര എന്നുള്ള കണക്ക് വെച്ചിട്ട് നമ്മൾ ക്യാഷ് പേ ചെയ്താൽ മതി. നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെ റോഡ് സൈഡിൽ വെച്ചാൽ മതി. അല്ലാണ്ട് ഇത് ഇന്ന സ്ഥലത്ത് തിരിച്ചങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അവിടെ നിന്ന് വേറെ ആൾക്കാർ ഓട്ടിപ്പോവും. ഇതിനൊരു ഏകദേശം ഒരു 24 മണിക്കൂർ ചാർജ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു ദിവസം പിന്നെ ചാർജ് ചെയ്താൽ ഇത് ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. രണ്ടാളും ചിലപ്പോൾ ഇതിൽ പോകാറുണ്ട്. ഇതിന് ഈ സ്കൂട്ടർ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇത് മൊത്തം യൂറോപ്പ് മൊത്തം ഇതാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, ഈ ഒരു വാഹനം. നമ്മുടെ മലയാളികൾക്ക് ഫിൻലാൻഡിനെ പറ്റി അറിയാതിരിക്കില്ല. കാരണം നോക്കിയൻ്റെ ജന്മദേശമാണ് ഈ ഫിൻലാൻഡ്. അതുപോലെ ടെക്കികൾക്ക് ലിനക്സിൻ്റെ രാജ്യം കൂടിയാണ് ഈ ഫിൻലാൻഡ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിൽ വെക്കുന്ന പാത്രമൊക്കെ കഴുകി വെക്കുന്ന സ്റ്റാൻഡില്ലേ, അത് സത്യം പറഞ്ഞാൽ ഫിൻലാൻഡിൻ്റെ സംഭാവനയാണത്. Have some Russians, yes, we do have. They came especially after 1991, after the collapse of the Soviet Union. So the monument is here on the right. It's pipes. ഇവിടുത്തെ സെമിത്തേരികൾ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം നല്ല വൃത്തിയിൽ നല്ല പടുത്തുയർത്ത് ഇതൊക്കെ വെച്ച് കണ്ടാൽ തന്നെ ഒരു ഗാർഡൻ്റെ ലുക്കാണ്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഉണ്ട്. അതും റോഡ് സൈഡിൽ അതിൻ്റെ ഇടയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, കാരണം അങ്ങോട്ട് മരിച്ചാൽ മതി തോന്നും, അത്രയ്ക്ക് ഉഷാറാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല വൃത്തിയിൽ പൊന്തയും കാടും ഒന്നും ഇല്ലാണ്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ബാൾട്ടിക് സമുദ്രത്തിൻ്റെ തീരത്താണ് ഈ ഹെൽസിങ്കി നിൽക്കുന്നത്, ഗൾഫ് ഓഫ് ഫിൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും സത്യസന്ധന്മാരുടെ നഗരമായിട്ടാണ് ഈ ഹെൽസിങ്കി അറിയപ്പെടുന്നത്. ലോകത്തിലെ അഴിമതി രഹിത രാജ്യങ്ങളിൽ 1ാം സ്ഥാനമാണ് ഈ ഫിൻലാൻഡിനുള്ളത്. ഇതൊരു അണ്ടർഗ്രൗണ്ടിൽ കൂടി ഞങ്ങളെ ബസ് പോവുകയാണ്.
അണ്ടർഗ്രൗണ്ടിൽ തന്നെ പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഇതിൻ്റെ പാരലായിട്ട് വേറെ പോകുന്നുണ്ട് റോഡുകൾ. ഈ ഫിൻലാൻഡ് ഗവൺമെൻറ് ഈ നാട്ടിൽ ഉള്ള ആളുകൾക്ക് അത്രയും സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് വിദേശിയിൽ നിന്നാണെന്നോ സ്വദേശിയിൽ നിന്നൊന്നുമില്ല, അത്രയും കെയർ ചെയ്തുകൊണ്ടാണ് ഇത് ഈ രാജ്യം ഇങ്ങനെ ആയിട്ടുള്ളത്. സന്തോഷമായ രാജ്യവും അഴിമതി രാജ്യമൊക്കെ ആയിട്ടുള്ളത്. ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് മുതൽ ഇവർ ഗവൺമെൻറ് ശുശ്രൂഷയാണ്. കാരണം ഗർഭിണിയാവുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതോട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയൊരു പെട്ടി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കും. അത് വിദേശിയിൽ നിന്ന് സ്വദേശിയിൽ നിന്നൊന്നുമില്ല, അതിൽ ആ കുഞ്ഞിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അതിനു പുറമെ ഈ ഗവൺമെൻറ് മെറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്ക് 4 മാസവും പുരുഷന്മാർക്ക് 2 മാസവും ലീവുണ്ട്. പുറമെ ഈ ജോലിക്കാർക്ക് പ്രത്യേക അലവൻസും പിന്നെ ബോണസും ഇതൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കുറവുള്ള ശിശുമരണങ്ങളുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. അത്രയും കെയറാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഈ ജനങ്ങളോട് ചെയ്യുന്നത്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത ആനുകൂല്യങ്ങളും പരിചരണമാണ് ഈ ഫിൻലാൻഡ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിന് പുറമെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന അതുമുതൽ 10ാം ക്ലാസ് വരെയുള്ള പൊതുവെ എല്ലാ ചിലവും ഗവൺമെൻറ് വക തന്നെയാണ്. 10ാം ക്ലാസ് വരെ പരീക്ഷ തന്നെയല്ല അവർക്ക്. റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, സാമൂഹിക അസമത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ വിദ്യാഭ്യാസ നയം കൊണ്ടുള്ള മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കുടുംബ പശ്ചാത്തലം, സാമ്പത്തികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആർക്കൊക്കെ പഠിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അവർക്കൊക്കെ പഠിക്കാനുള്ള സൗകര്യം ഈ ഫിൻലാൻഡ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളില്ല, എല്ലാതും ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാതും ഉള്ളത്. അതിന് പുറമെ ലോക റാങ്കിങ്ങിൽ വിദ്യാഭ്യാസത്തിൽ ഇവർ 1ാം സ്ഥാനത്താണ് ഈ ഫിൻലാൻഡ് ഉള്ളത്. ഇവർക്ക് ഉച്ചഭക്ഷണം, രാവിലത്തെ ഭക്ഷണം, പിന്നെ ഉള്ള ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും ജോലി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വിഷമമില്ല. കാരണം ജോലി ഇല്ലാത്തവർക്കും 800 യൂറോ ഓരോ മാസം ഗവൺമെൻറ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ വൈഫൈ ആണല്ലോ എല്ലാവർക്കും വേണ്ടത്, ഫ്രീ ആയിട്ട് വൈഫൈയും ഇവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും അങ്ങോട്ട് പോകണം എന്നല്ല. കാരണം അവിടേക്ക് വിസ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല പണി തന്നെയാണ് ഈ രാജ്യത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ വന്നിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫിൻലൻഡ് ഭാഷ പഠിക്കണം, ഫിന്നിഷ് ഭാഷ പഠിക്കണം. കൂടാതെ പിന്നെ ലോകത്തിലെ ചെലവ് കൂടിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ്. പിന്നെ ഇവരുടെ വരുമാനത്തിൻ്റെ 25 മുതൽ 35% വരെ ഇവർ ടാക്സായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുകയും വേണം. പിന്നെ കാലാവസ്ഥയാണ് ഇവിടെ ഒരു പ്രത്യേകത. വിൻ്ററിൽ -20 ഡിഗ്രി വരെ കൊടും തണുപ്പിലെത്തുന്ന സ്ഥലമാണ് ഈ ഫിൻലാൻഡ്. പിന്നെ വിൻ്റർ അല്ലാത്തപ്പോഴുള്ള സമയമുണ്ടല്ലോ, ഇപ്പോഴുള്ള ഈ സമയം, ഇത് ആകെ 10 ഡിഗ്രി ഉള്ളിൽ കൊള്ളും ഈ സമയത്തുള്ള ചൂടുണ്ടാവുള്ളൂ. വിൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം 2.5 മാസത്തോളം സൂര്യൻ ഉദിക്കുന്നില്ല ഇവിടെ. പിന്നെ ഇപ്പം ഈ സമയം ഈ സമ്മർ സീസണിൽ രാത്രിയിലും സൂര്യൻ ഉണ്ടാവും. അതാണ് പാതിരാ സൂര്യൻ്റെ നാട് എന്ന് പറയുന്നത് ഈ ഫിൻലാൻഡിനെ. പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പികുടിയന്മാർ, അതും പാൽ വെച്ചിട്ട് കാപ്പികുടിയന്മാരുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. ഏകദേശം 7-8ഓളം കാപ്പി ഒരു ദിവസം ഓരോരുത്തർ കുടിക്കും. ഇവിടെ ഒരൊറ്റ കാപ്പിക്കുരു ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് കാപ്പി ഉപയോഗത്തിനുള്ള ലോക റെക്കോർഡാണ് ഇവർക്കുള്ളത്, ഈ ഫിൻലാൻഡിനുള്ളത്. പിന്നെ ഇവരുടെ മെയിൻ വരുമാന മാർഗം തടിയാണ്, മരം. പിന്നെ അതിന് പുറമെ ഇവിടെ ഒരു മലകളുമില്ല. 1,80,000 തടാകങ്ങളുണ്ടെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതും നല്ല വെള്ളമുള്ള തടാകമാണ് ഉള്ളത് ഇവിടെ. പിന്നെ വേറൊന്നുള്ളത്, ഇവിടെ ഒരു പ്രധാന കാര്യം മതമില്ലാത്ത നാട് എന്ന് പറയും. ഇവിടെ ഈ പള്ളിയിലച്ചന്മാരും മറ്റവരൊക്കെ വരുന്നവർക്ക് പൊതുവെ ഇവർ വിസ കൊടുക്കാറില്ല, പ്രൊഫഷൻ അതാണെങ്കിൽ. കാരണം ഇവിടെ വന്നിട്ട് മതപ്രബോധനം നടത്തണ്ട വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ മതമില്ലാത്തൊരു നാടെന്ന് ഇവിടെ പറയാറുണ്ട് ഇതിനെ. നിരവധി സിനിമകളാണ് ഈ സുന്ദര രാജ്യത്ത് ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യം കൂടിയാണ് കേട്ടോ ഈ ഫിൻലാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വളരെയധികം ടാക്സ് മേടിക്കുന്ന രാജ്യമാണ്. 25 മുതൽ 35 വരെ ടാക്സ് മേടിക്കുന്ന രാജ്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്.
അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് പോലെയല്ല. ഇതുവരെ എൻ്റെ കുറേ വർത്തമാനങ്ങളല്ലേ കേട്ടത്. ഇനി കുറച്ച് ഞങ്ങളെ ഗൈഡിൻ്റെ കുറച്ച് സംസാരം കേട്ടോളൂ. We have some Russians, yes, we do have. They came special after Helsinki. As you can see, people now sitting on the grass, enjoying the sun, enjoying summer. This is the best time of the year. It's not winter, it's not Christmas, but this is the best time of the year. Whoever wrote the Christmas song, it's the most beautiful time of the year, had it all wrong. It's the summer. We are little by little approaching the midsummer, the longest day and the shortest night, which is celebrated here a lot in Finland. Havi Samanda, a young girl rising from the waters and looking into the future. And she's been there since 1908 already. And here is the harbor of Helsinki. It is filled with water. So when the water is in the back, the nose is light. The nose goes up. When the water is in front, the nose goes down. So this is the movement actually. Nose up, nose down. That's how they crush the water. The ice. Then the other two ones, the blue ones, they are multi-purpose icebreakers. The actually Polaris, which you can see now clearly, that's the latest acquisition in the fleet of our icebreakers, built in 2017 to celebrate the 100th anniversary of our independence. We became independent in 1917. And it's those blue ones are multi-purpose icebreakers. They're used as well for collecting oil spills from the surface of the water. They're used for building pipelines on the bottom of the sea, of the ocean. And very often those multi-purpose ones are rented to other countries. Our aim now is to stop on the main square of Helsinki. It's called the Senate Square. And I thought that before we get there, I quickly can give you a small... They're waiting for us at 7:30 for dinner. So, but anyway, we'll be passing by a monument, and just a couple of minutes let's spend there. The monument is to a very famous Finnish composer, Jean Sibelius. I don't know if the name is familiar to you, Sibelius, but if you would ask a Finnish person or European person about Sibelius or who is the greatest Finnish composer, definitely this name would pop up. Sibelius was born in a Swedish-speaking family, and his original name was Johann Sibelius. Johann, but being born in 1865, that was the French century, so at the age of... we have some Russians, yes, we do have. They came especially after 1991, after the collapse of the Soviet Union. So the monument is here on the right. It's pipes. It's not a person. നമ്മുടെ ഗൈഡിന്റെ ഇംഗ്ലീഷ് ഭാഷ നല്ല ഉഷാറല്ലേ. ഇവിടെ ഈ ഫിന്നിഷ് ഭാഷ അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഈ നാട്ടുകാർക്ക്. ഓരോ തന്നെ ഉപയോഗിക്കുന്നത്. ഇവിടെ ജോലിക്ക് വരുന്നവരത് പഠിച്ചിരിക്കണം നിർബന്ധമുണ്ട്. പിന്നെ ഇവിടെ ഇവർ പൊതുവെ ഉപയോഗിക്കുന്ന ഭാഷ ഇവരെ ഫിന്നിഷ് ഭാഷയാണ്. ഇംഗ്ലീഷും ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലയെന്നില്ല. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.